മകരവിളക്കിന് ഒരുങ്ങി ശബരിമല സന്നിധാനം. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സന്നിധാനത്തേക്ക് പോവുകയാണ് അശ്വജിത്ത്. തത്സമയം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അശ്വജിത്ത്, മറ്റന്നാളാണ് മകരവിളക്ക്. തീർത്ഥാടകരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നു? ആളുകളുടെയൊക്കെ തന്നെ വരവ് കണക്കിലെടുത്ത് പോലീസിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ എന്താണ്? പ്രജീഷ്, സന്നിധാനത്താണ്. ഇന്ന് സന്നിധാനത്ത് പൊതുവെ തിരക്ക് കുറവാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ സന്നിധാനത്തും ഒപ്പം തന്നെ പമ്പയിലും മരക്കൂട്ടത്തും ഒക്കെ കാര്യമായി തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഭക്തരുടെ വലിയൊരു കൂട്ടം ഇന്ന് ഇല്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ സന്നിധാനത്തെത്തിയ ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയി തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഭക്തർ മകരവിളക്ക് ദിവസം സന്നിധാനത്തുണ്ടാവും എന്നതാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമാണ് സുരക്ഷയും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കുക എന്നത്. ഏതായാലും ദേവസ്വം ബോർഡും പോലീസും മറ്റ് വകുപ്പുകളും എല്ലാം ചേർന്ന് മകരവിളക്കിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് അവസാനവട്ട യോഗവും ഒക്കെ നടന്നിരുന്നു. ഏതായാലും ഭക്തർക്ക് പൂർണ്ണമായും സുരക്ഷ ഉറപ്പ് പാലിച്ചുകൊണ്ട് കൃത്യമായി എല്ലാ കേന്ദ്രങ്ങളിലും, അതായത് 10ഓളം കേന്ദ്രങ്ങളാണ് സന്നിധാനത്തും പരിസരത്തുമായി മകരവിളക്ക് ദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ഈ കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായി സുരക്ഷ പാലിച്ചുകൊണ്ട് ഭക്തർക്ക് മറ്റ് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് സുഗമമായ മകരവിളക്ക് ദർശനത്തിനാണ് സന്നിധാനം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ, അതായത് നാളെയും മറ്റന്നാളും വെർച്വൽ ക്യൂവിൽ ചെറിയ നിയന്ത്രണങ്ങളുണ്ട്. സാധാരണ 80,000 പേരാണ്. പകുതിയോളം ഭക്തർ മാത്രമേ ഇനി നാളെയും മറ്റന്നാളുമായി വെർച്വൽ ക്യൂവിലൂടെ അനുവദിക്കൂ. എങ്കിൽ പോലും 1.5 ലക്ഷത്തോളം ഭക്തരെയാണ് മകരവിളക്ക് ദിവസം സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഏതായാലും അതിലൊരു വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്ത് അധികൃതർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് അല്പം തിരക്ക് കുറവാണ് എന്നതൊഴിച്ചാൽ സന്നിധാനത്തേക്ക് ഭക്തർ വരുന്നതിലൊരു അല്ലെങ്കിൽ ഭക്തർ സന്നിധാനത്ത് തങ്ങുന്നതോ അല്ലെങ്കിൽ സന്നിധാനത്ത് ഭക്തരുടെ എണ്ണത്തിൽ കുറവില്ല. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഭക്തർ തമ്പടിച്ചുകൊണ്ട് തന്നെ സന്നിധാനം മകരവിളക്കിന്റെ ഒരു പ്രതീതിയിൽ തന്നെയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ മകരവിളക്കിനായി കാത്തു നിൽക്കുന്ന ഒരു പ്രതീതിയിൽ തന്നെയാണ് സന്നിധാനമുള്ളത്. ഏതായാലും ഇനി 2 ദിവസത്തെ കാത്തിരിപ്പാണ്. മറ്റന്നാൾ വൈകിട്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതും കാത്തിരിക്കുകയാണ് ഭക്തർ.